രണ്ട് സൈഡിലും മലകളും അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ട്. പക്ഷേ നല്ല വ്യൂ ആണ്, നല്ല രസമാണ് കാണാൻ. കുറേ ആൾക്കാരൊക്കെ വന്ന് ടെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ന്യൂ മെക്സിക്കോ ആണ് നമ്മൾ ശരിക്കും ഉള്ളത്. ന്യൂ മെക്സിക്കോ സ്റ്റേറ്റിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പം നമ്മൾ ന്യൂ മെക്സിക്കോ എന്ന സ്ഥലത്താണ് ഉള്ളത്. ഇപ്പം ഇവിടെ ലൗസി വന്നേക്കാണ്. ഒന്ന് ഫ്രഷാണ്, കുളിക്കണം. 15 രൂപയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയാണ്. മിലൻ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ന്യൂ മെക്സിക്കോ സ്റ്റേറ്റിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു ലൗസി വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം. ഓക്കെ, ഇനി എൻ്റെ ഷിഫ്റ്റ് ബാക്കിയുണ്ട്. ഇനി ഒരു 3-4 മണിക്കൂർ ഓടിക്കാറുണ്ട്. നമ്മളപ്പം ലൗസിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി ഒരു കുളിയൊക്കെ കഴിഞ്ഞാൽ എന്തൊരു സമാധാനം പറയാം. നല്ല ക്ലൈമറ്റ് കേട്ടോ, ഓവർ ചൂടുമില്ല എന്നാൽ ഓവർ തണുപ്പുമില്ല. അങ്ങനത്തെ നല്ലൊരു കാലാവസ്ഥ. ഇങ്ങനത്തെ യാത്ര തുടരുകയാണ്. നമുക്ക് നാളെ രാവിലെയാണ് ഡെലിവറി ഉള്ളത്. രാവിലെ 8 മണിക്കാണ്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി നേരത്തെയാണ് നമ്മൾ ഇന്ന് രാത്രിയോടെ തന്നെ നമ്മൾ എത്തും, ലൊക്കേഷൻ എത്തും. നാളെ രാവിലെ ഡെലിവറി ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഉറങ്ങിയിട്ടൊക്കെ നാളെ 2 ഡെലിവറിയും ഉണ്ട്. അപ്പം എങ്ങനെയൊന്നും കാര്യങ്ങൾ അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് വേണം പിക്കപ്പിന് പോകാൻ. ചിലപ്പോൾ ഒരു ദിവസം ലേറ്റ് ആകുമായിരിക്കും. അപ്പോൾ നോക്കാം. അടുത്ത് വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് ടയറിൻ്റെ ഒന്നൂറ് ചെക്ക് ചെയ്യണം. പ്രീവിയസ് ടയറിൻ്റെ ഒന്നൂറ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ 5th വീലിൻ്റെത് എല്ലാവരും വലിച്ചാൽ ആ ബോൾട്ടാണ്, ആ വയറിൻ്റെ മേളിലുള്ള ബോൾട്ട് കാണാം. അത് ഔട്ടാണെങ്കിൽ 5th വീല് ഡിസ്കണക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. കൊണ്ട് സ്റ്റോപ്പിൽ നിർത്തി എല്ലാവരും വലിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ ട്രെയിലർ ഒരു വഴിക്കിരിക്കും, ട്രാക്ടർ ഒരു വഴിക്കിരിക്കും. ജസ്റ്റ്
നമ്മളിപ്പോൾ ഉള്ളത് അരിസോണയിലാണ്. അരിസോണയിൽ നിന്ന് നേരെ ഫ്ലാഗ് സ്റ്റാഫാണ് ഇപ്പോൾ അടുത്ത് നമ്മുടെ ലക്ഷ്യം. ഫ്ലാഗ് സ്റ്റാഫ് അറിയാം, നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ ഫ്ലാഗ് സ്റ്റാഫിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു. അപ്പം ഇംഗ്ലീഷ് ഓടിക്കുന്നത്. അപ്പം ഇനിയിപ്പം സ്ലീപ്പറിലേക്ക് മാറും. അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഹൈവേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ I-40 എന്നൊരു ഹൈവേ ആണ്. അമേരിക്കയിലെ തന്നെ 3rd ലോങ്ങസ്റ്റ് ഇൻറ്റർസ്റ്റേറ്റ് ഹൈവേ ആണ്. അപ്പോൾ ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്, കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് I-40 ഇൻറ്റർസ്റ്റേറ്റ് ഹൈവേ. അറൗണ്ട് 2500-2550 മൈൽ ലെങ്ത് ഉണ്ട് ഈ ഹൈവേക്ക്. അറൗണ്ട് 8 സ്റ്റേറ്റ്സ് ആണ് ഇത് കവർ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് വെസ്റ്റ് ആയിട്ട് തന്നെ, അതുകൊണ്ട് തന്നെ നല്ല ഏറ്റവും ഞാൻ പറഞ്ഞ പോലെ 3ാമത്തെ ലോങ്ങസ്റ്റ് ആണ് ഈ ഹൈവേ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്നില്ല, കുറേ പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റൂട്ട് 66 എന്ന് പറഞ്ഞൊരു വഴിയുണ്ട്, റൂട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഫോട്ടോ ഒന്ന് കാണിക്കാം, നിങ്ങൾ റിമെമ്പർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പം അത് ഭയങ്കര ഹിസ്റ്റോറിക്കായിട്ടുള്ളൊരു റൂട്ടാണ്. അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ അതൊരു വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ഒരു റൂട്ടാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കുക. അതിന് പാരലായിട്ടാണ് ഈ ഒരു ഇൻറ്റർസ്റ്റേറ്റ് ഹൈവേ 40 പോകുന്നത്. വേണമെങ്കിൽ അതിൻ്റെ പതനത്തിന് കാരണം ഈ ഒരു ഹൈവേ ആണെന്ന് തന്നെ പറയാം. പക്ഷേ മെയിൻലി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. കുറച്ചുകൂടെ ലെങ്ത് കൂടുതൽ പോകുന്നുണ്ട്. വളവ് തിരിവുകളും അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് എല്ലാം കുറച്ചുകൊണ്ടാണ് ഈ I-40 വന്നേക്കുന്നത്. പക്ഷേ റൂട്ട് 66 എന്ന് പറഞ്ഞത് മൈഗ്രേഷൻ കാലത്ത്, ആദ്യകാലത്തുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ 1 ഓഫ് ദി ഫസ്റ്റ് മോട്ടോർ വെഹിക്കിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടായിരുന്നു. ഇപ്പോഴും ഇഷ്ടംപോലെ റൈഡേഴ്സും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാനൊക്കെ ലോകത്ത് തന്നെ എല്ലാവർക്കും താല്പര്യമുള്ളത്. ഇഷ്ടംപോലെ പേര് ഇതിനു വേണ്ടി തന്നെ വെയിറ്റ് ചെയ്തിട്ട് ഈ റൂട്ടൊന്ന് കവർ ചെയ്യണം. അറൗണ്ട് അതും 2450 മൈല് അടുത്ത് ഇതുണ്ട്. അതും ചിക്കാഗോയിൽ നിന്ന് കാലിഫോർണിയ വരെയാണ് അത് പോകുന്നത്. 2 ലൈനാണ്. അത് കുറേ സിനിമകളിലും മ്യൂസിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ ഫേമസ് ആയ ഒരു റൂട്ടാണ് റൂട്ട് 66. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ഗൂഗിൾ ചെയ്യാൻ നോക്കണം. ഇതിന് എനിക്കൊന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ തോന്നുന്നു ഇതിന് പാരലായിട്ട് പോകുന്നത്. നമുക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിൾ നോക്കിയപ്പോഴത്തേക്ക് നമുക്കിപ്പം പോകാൻ ഇതില്ല. നമുക്ക് വേറെ പറ്റുവാണെങ്കിൽ നമുക്ക് ആ റൂട്ട് പ്രാവശ്യം എടുത്ത് നോക്കണതാണ്. അപ്പോൾ പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ റൂട്ട് 66 എന്നുള്ള പേര് മാറ്റി ഹിസ്റ്റോറിക് റൂട്ട് 66 എന്ന് പറഞ്ഞാണ് ഇപ്പം അത് അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ എക്സിറ്റ് നമുക്കിങ്ങനെ കാണാം. ജസ്റ്റ് എന്തായാലും നിങ്ങൾ നോക്കുക, ഗൂഗിൾ ചെയ്ത് നോക്കുക. ഒരു RV സെയിം കമ്പനി, ഡിഫറെൻ്റ് ആണ് കമ്പനി. ഒരു ഷോർട്ട് കട്ട് എടുത്താണ്, പക്ഷേ ഒരു രക്ഷയില്ല. സിംഗിൾ ലൈന്, അതും ഒത്തനെ ഇറങ്ങും. 10-30 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇതാണ് റോഡ്, രക്ഷയില്ല. ഭയങ്കര ഇറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടറങ്ങും.